Hi everyone, this is Rinsi from Groww Malayalam channel. ഇന്ന് നമ്മൾ സിംഗപ്പൂർ ഗവൺമെന്റ് മെജോറിറ്റി സ്റ്റേക്കുള്ള 5 ടോപ്പ് ഇന്ത്യൻ കമ്പനികളെ പറ്റിയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ FII എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പുറത്തുനിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ FII എന്ന് പറയുന്നത്. FIIസിൽ ഹെഡ്ജ് ഫണ്ട്സ്, ഇൻഷുറൻസ് കമ്പനികൾ, പെൻഷൻ ഫണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഉണ്ടാകും. ഡെവലപ്പിംഗ് ഇക്കോണമീസിലുള്ള രാജ്യങ്ങളിലായിരിക്കും ഈ FII ആക്ടിവിറ്റീസ് കൂടുതലുണ്ടാകുക. അപ്പോൾ ഒരു മെച്യൂർഡ് എക്കോണമീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെവലപ്പിംഗ് ഇക്കോണമിയിലായിരിക്കും ഇൻവെസ്റ്റേഴ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ രാജ്യം ഒരു ഡെവലപ്പിംഗ് ഇക്കോണമി ആയതുകൊണ്ട് തന്നെ ഒരുപാട് FII അറ്റൻഷനൊക്കെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞൊരു 3-4 പതിറ്റാണ്ടായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇക്കോണമി അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ നല്ല രീതിയിലൊരു ഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കൊക്കെ കുറച്ച് ചലഞ്ചസ് ഒക്കെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ലോങ് ഡയറക്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു അപ്പ് ഡയറക്ഷൻ തന്നെയാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. ഇക്കോണമിയുടെ സ്ട്രെങ്ത് അതുപോലെ ഡൊമസ്റ്റിക് ഡിമാൻഡ് കാരണം ഇപ്പോൾ ബാക്കിയുള്ള എക്കോണമീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു ബെറ്റർ പൊസിഷനിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം വലിയൊരു ക്രാഷ് വന്നാലും അത് സംഭവിച്ചതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാഷ് ആദ്യം വരുന്നത് ഇന്ത്യയിലേക്ക് തന്നെയായിരിക്കും. FIIസിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ സിംഗപ്പൂർ ഗവൺമെൻറ് ഇൻവെസ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, അതായത് സിംഗപ്പൂർ ഗവൺമെൻറ് ലാസ്റ്റ് കുറച്ച് വർഷങ്ങളിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ എങ്ങനെയാണ് സ്കെയിൽ ചെയ്തേക്കുന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് സിംഗപ്പൂർ ഗവൺമെൻറ് മെജോറിറ്റി സ്റ്റേക്കുള്ള 5 ടോപ്പ് ഇന്ത്യൻ കമ്പനികളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പം ഇന്നത്തെ ലിസ്റ്റ് നമ്മൾ അസെൻഡിങ് ഓർഡറിലായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അതായത് സിംഗപ്പൂർ ഗവൺമെൻറ് ഏറ്റവും കുറവ് ഹോൾഡിംഗ് ഉള്ള കമ്പനി ആയിരിക്കും നമ്മൾ ആദ്യം കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹോൾഡിംഗ് ഉള്ള കമ്പനി നമ്മൾ ലാസ്റ്റത്തേക്കായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ള് കാണണം. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം. So let's begin today's video. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി വരുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ കോർപ്പറേഷൻ ആണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇപ്പോൾ റിഫൈനിങ് ആൻഡ് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ നിന്നാണ് അവർക്ക് 56.8% റവന്യൂ വരുന്നത്. റീറ്റെയിൽ ബിസിനസ്സിന് 22.7% റവന്യൂ. അതിൽ ഡിജിറ്റൽ സർവീസ് ബിസിനസ് ജിയോയിൽ നിന്ന് 11.4% റവന്യൂ. അതുപോലെ തന്നെ പെട്രോ കെമിക്കൽ ബിസിനസ് ആൻഡ് ഓയിൽ ആൻഡ് ഗ്യാസിൽ നിന്ന് 9.1% റവന്യൂ ആണ് അവർ ജനറേറ്റ് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ 2022 നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് റവന്യൂ അറൌണ്ട് 50% കൂടിയിട്ടുണ്ട്. അപ്പം ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ 2 പ്രോമിനന്റ് കൺസ്യൂമർ ഫേസിംഗ് ബിസിനസ് ആയ റീറ്റെയിൽ അതുപോലെ ഡിജിറ്റൽ സർവീസ് എന്നുള്ള ഹൈ റവന്യൂ, അതുപോലെ തന്നെ ഓർഡർ ടു ക്യാഷ് സെഗ്മെന്റ് എന്നുള്ള ഹൈ റവന്യൂ കാരണമാണ്. പിന്നെ കമ്പനി കൺസിസ്റ്റൻ്റ്ലി ഒരു ഹെൽത്തി ക്യാപിറ്റൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. ഇനി നമ്മുടെ കമ്പനിയുടെ ടെക്നോളജിക്കൽ അതുപോലെ റെഗുലാറ്ററി റിസ്കിലേക്ക് നമ്മുടെ കമ്പനി എക്സ്പോസ്ഡ് ആണ്. അത് കമ്പനിയുടെ ഒരു വലിയൊരു വീക്ക്നെസ് തന്നെയാണ്. നമ്മളിപ്പം റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഷെയർ പ്രൈസിൽ നല്ലൊരു ഡ്രോപ്പ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ഗവൺമെൻറ് ഇപ്പോൾ അഡീഷണൽ ടാക്സ് ഇമ്പോസ് ചെയ്തുകൊണ്ടാണ്. സോ കമ്പനിയുടെ പ്രോഫിറ്റിൽ നല്ലൊരു പോർഷൻ തന്നെയാണ് ഈ ഒരു അഡീഷണൽ ടാക്സ് എടുക്കുന്നത്. അതുപോലെ തന്നെ ടെലികോം സെക്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും റവന്യൂവിൽ നമുക്ക് ഡ്രോപ്പ് കാണാം. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ, ആമസോൺ പോലത്തുള്ള കമ്പനികൾക്കൊക്കെ അവർ പ്രൈവറ്റ് നെറ്റ്വർക്കിനായിട്ട് ചില 5G എയർവേസ് ഒക്കെ അനുവദിച്ചുകൊണ്ടാണ്. അപ്പം ഇതുകൂടാതെ നമ്മൾ കമ്പനിയുടെ റീറ്റെയിൽ സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ റിലയൻസ് റീറ്റെയിലിന് ഓർഗനൈസ് അതുപോലെ അൺഓർഗനൈസ് സെക്ടറിന് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. സിംഗപ്പൂർ ഗവൺമെന്റ് കമ്പനിയിൽ 1.4% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് 2 ക്വാർട്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി അവരുടെ സ്റ്റേക്ക് കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 2,722 rupees, P 28.6, debt to equity 0.4, 5 year sales CAGR 18.1, ROE 8.16, 1 year returns 13%, 5 year CAGR returns 25%, 200 DMA 2005-12, RSI 14, 69.91. ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി വരുന്നത് ഇൻഫോസിസ് ലിമിറ്റഡ് ആണ്. അപ്പം ഇന്ത്യയിലെ ലീഡിംഗ് IT സർവീസ് കമ്പനികളിൽ ഒന്നാണ് ഇൻഫോസിസ് ലിമിറ്റഡ് എന്നുള്ളത്. അപ്പോൾ അവർ കൺസൾട്ടൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ വേറെ സർവീസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ട്രഡീഷണൽ IT സർവീസ് തൊട്ട് ന്യൂ ഏജ് ഡിജിറ്റൽ സർവീസുകൾ വരെ. അപ്പം ഇന്ത്യൻ IT സർവീസ് സ്പേസിലെ ഒരു ലീഡിംഗ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ കൂടെ ഇവരുടെ വെർട്ടിക്കൽ അതുപോലെ സർവീസ് ലൈനിൽ ഒരു എസ്റ്റാബ്ലിഷ് പൊസിഷൻ ഉള്ളതുകൊണ്ടും അവർക്കൊരു സ്ട്രോങ് ഫിനാൻഷ്യൽ റിസ്ക് പ്രൊഫൈലാണ് ഉള്ളത്. അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർക്കൊരു ഹെൽത്തി ക്യാഷ് ജനറേറ്റിംഗ് എബിലിറ്റിയും അതുപോലെ തന്നെ ഡെറ്റ് ഫ്രീ ബാലൻസ് ഷീറ്റുമാണ് ഉള്ളത്. അപ്പം കമ്പനിയുടെ റവന്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 21.1% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നമുക്ക് കാണാം. അതായത് 1,21,641 കോടി രൂപ.
അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ ഡിക്ലൈൻ ആകുന്നതാണ് നമ്മൾ കണ്ടേക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഗ്ലോബൽ ഇഷ്യൂസ് കാരണമാണ് ഇത് സംഭവിച്ചത്. എന്നാലും ഒരു ഹെൽത്തി പ്രോഫിറ്റ് മാർജിൻ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് 23%. അതുപോലെ ഇംപ്രൂവ്ഡ് ROI 29.1%. അപ്പം ഇൻഫോസിസിൻ്റെ ലീഡിംഗ് മാർക്കറ്റ് പൊസിഷൻ, പിന്നെ അവർക്കൊരു 3,14,015 എംപ്ലോയീസിനെ വെച്ച് വലിയൊരു സ്കെയിലിൽ തന്നെയാണ് അവർ ഓപ്പറേഷൻസ് റൺ ചെയ്യുന്നത്. പിന്നെ പ്രൂവൺ പ്രൊജക്ട് എക്സിക്യൂഷൻ സ്കിൽസ്, അതുപോലെ തന്നെ സ്ട്രോങ് ഓഫ് ഷോർ ഡെലിവറി ക്യാപ്പബിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കമ്പനിയുടെ ബിസിനസ് റിസ്ക് പ്രൊഫൈലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോശം ഗ്ലോബൽ കണ്ടീഷൻസ് ആണെങ്കിലും കമ്പനി ഒരു സ്റ്റേബിൾ ആക്റ്റീവ് ക്ലയൻറ്റ് ബേസ് മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ ക്ലയൻറ്റുകളുടെ എണ്ണവും കൂടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് IT കമ്പനികളുടെ മെയിൻ എക്സ്പെൻസ് വരുന്നത് എംപ്ലോയി കോസ്റ്റ് ആണ്. ഇപ്പോൾ റീസെൻറ്റ് പാസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ, മെയിൻലി ഇപ്പോൾ IT സെക്ടറിലുള്ളവർ നോക്കുകയാണെങ്കിൽ അവർ ജോലി ഉപേക്ഷിക്കുന്നത് കാണാം, അല്ലെങ്കിൽ വേറെ ജോലിയിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇൻഫോസിസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ മാർച്ച് എൻഡ് ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ വോളണ്ടറി അട്രീഷൻ ഓൺ ട്രെയിലിംഗ് 12 months ബേസിസ് വരുന്നത് 27.7% ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ ആൾക്കാരെ എടുക്കുന്നതും അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതൊക്കെ പറഞ്ഞാൽ ടൈം അതുപോലെ ക്യാഷ് ചിലവുള്ള കാര്യമാണ്. പക്ഷേ ഇതേ സമയത്ത് നിലവിലുള്ളവർക്ക് നമ്മൾ കുറച്ച് അഡ്വാൻറ്റേജ് ഒക്കെ കൊടുത്ത് നിലനിർത്തി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ കമ്പനി ഇവിടെ ചെയ്തത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി അതുപോലെ തന്നെ മാർജിനിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇനി സിംഗപ്പൂർ ഗവൺമെൻറ് നമ്മുടെ കമ്പനിയുടെ മുകളിൽ 2.7% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് 2 ക്വാർട്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റേക്ക് കൂടിയേക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. ഇൻഫോസിസ് ലിമിറ്റഡിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1,638 rupees, P 30.1, ഡെറ്റ് ഇക്വിറ്റി 0.08, 5 years sales CAGR 12.2, ROI 29, 1 year returns negative 5.63%, 5 year CAGR returns 27.2%, 200 DMA 1,551, RSI 14 63.99. ഇനി നമ്മുടെ തേർഡ് കമ്പനി വരുന്നത് HDFC ലിമിറ്റഡ് ആണ്. അപ്പോൾ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഫൈനാൻഷ്യൽ സർവീസ് കമ്പനിയാണ് HDFC ലിമിറ്റഡ്. അപ്പോൾ 40 വർഷത്തിന് മുകളിൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഹൗസിംഗ് ഫിനാൻസ് എൻറ്റിറ്റിയും കൂടിയാണ്. ഇവർക്ക് ബാങ്കിങ്, ഇൻഷുറൻസ്, അതുപോലെ അസറ്റ് മാനേജ്മെന്റിലൊക്കെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ HDFC ഗ്രൂപ്പ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ 2022 HDFCയുടെ അസറ്റ് ബേസ് വരുന്ന 6,40,862 കോടി രൂപയാണ്. ഇത് നമ്മൾ ഫൈനാൻഷ്യൽ 2021 നമ്മൾ നോക്കുകയാണെങ്കിൽ 5,67,599 കോടി രൂപയാണ്. ഇനി 2022 മാർച്ച് ക്വാർട്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ് NPA, അതായത് നോൺ പെർഫോമിംഗ് അസറ്റ് വരുന്നത് 1.06%, അതുപോലെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 3.5% ആണ്. നോൺ പെർഫോമിംഗ് അസറ്റ് NPA അതുപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലോണിന്റെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഒക്കെ ഒരു 90 ദിവസത്തിന് മുകളിൽ ഓവർഡ്യൂ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പം NPA കൂടുതലാണെങ്കിൽ അത് മീൻ ചെയ്യുന്ന എന്താണ്? ഡീഫാൾട്ടുള്ള പ്രോബബിലിറ്റി കൂടുതലാണെന്നാണ്. ഇനിയിപ്പം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ബാങ്ക്സ് ഒക്കെ ഡിപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന ലോണിൻ്റെ മുകളിൽ അവർ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നുണ്ട്. സോ ഈ ലോണിൻ്റെ മുകളിൽ ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റിനെ ഡിപ്പോസിറ്റിന് മുകളിൽ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്ക് ഇപ്പോൾ ഒരു 10,000 കോടി ലോൺ കൊടുക്കുകയാണ്. സോ ഇങ്ങനെ കൊടുക്കുന്ന ലോണിൻ്റെ മുകളിൽ ഒരു 550 കോടി ഇൻട്രസ്റ്റ് ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇനിയിപ്പം ഡിപ്പോസിറ്റിന് മുകളിൽ 250 കോടി ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം വരുന്നത് എത്രയാണ്? 550 കോടി മൈനസ് 250 കോടി, അതായത് 300 കോടിയാണ്. സോ ഇവിടുത്തെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ വരുന്നത് 300 ഡിവൈഡ് ബൈ 10,000, അതായത് 3% അല്ലെങ്കിൽ 300 ബേസിസ് പോയിന്റ്സ് ആണ്. സ്റ്റാൻഡ് അലോൺ ബേസിൽ പറയുകയാണെങ്കിൽ HDFC ലിമിറ്റഡിന്റെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ മാർച്ച് 2022 വരുന്നത് 22.8% ആണ്. അപ്പോൾ ഇവിടെ റിക്വയർഡ് റേറ്റ് വരുന്നത് 15% ആണ്. അപ്പോൾ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ ക്യാപിറ്റൽ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ് ആയിട്ടുള്ള റിലേഷൻ ആണ്. അപ്പോൾ ഒരു ഹയർ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ആണ് ബാങ്കിന്റെ സോൾവൻസിക്ക് എപ്പോഴും നല്ലത്. ഇനി 31 മാർച്ച് 2022 പ്രകാരം നോക്കുകയാണെങ്കിൽ ലോൺ അണ്ടർ മാനേജ്മെന്റ് വരുന്നത് അറൌണ്ട് 6,53,902 കോടി രൂപയാണ്. അതിൽ 79% പാർട്ടും ഇൻഡിവിജ്വൽസും അതുപോലെ തന്നെ 14% കോർപ്പറേറ്റ്സ് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഫിനാൻസും ആണ്. അപ്പോൾ HDFC ലിമിറ്റഡിന് ഒരു വെൽ ഡൈവേഴ്സിഫൈഡ് റിസോഴ്സ് പ്രൊഫൈലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫണ്ട് ബോറോ ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അത് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ പ്രൈമറി സോഴ്സ് ഓഫ് ബോറോയിങ്ങിൽ വരുന്നതാണ് ഡിബഞ്ചേഴ്സ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് അതുപോലെ ടേം ലോൺസ് ഒക്കെ. പിന്നെ RBI പോളിസി റേറ്റ്സ് കൂടാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ വരും ക്വാർട്ടറിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണമാകും. അപ്പോൾ RBIക്ക് ഈ റേറ്റ് ഹൈക്ക് കസ്റ്റമേഴ്സിലേക്ക് പെട്ടെന്ന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, എന്തായാലും കുറച്ച് മാസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ എന്തായാലും അഫക്റ്റ് ചെയ്യും.
ഇനിയിപ്പോൾ സിംഗപ്പൂർ ഗവൺമെൻറ് ഈ ഒരു കമ്പനിയിൽ 3.4% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ക്വാർട്ടറിൽ അവരുടെ സ്റ്റേക്ക് കൂട്ടിയിട്ടുമുണ്ട്. ഇനിയിപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. HDFC ലിമിറ്റഡിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 2,665 rupees, P 20.1, debt to equity 2.92, 5 year sales CAGR 17.4, ROE 13.4, 1 year returns negative 3.84%, 5 year CAGR returns 9.66%, 200 DMA 2,427, RSI 14 61.30. ഇനി നമ്മുടെ ഫോർത്ത് കമ്പനി ബജാജ് ഫിനാൻസ്. അപ്പോൾ ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് റീറ്റെയിൽ അസറ്റ് ഫിനാൻസിങ് NBFCസിൽ ഒരാളാണ്. അപ്പോൾ ഇവർക്ക് നാഷണൽ വൈഡ് പ്രസൻസും ഡൈവേഴ്സിഫൈഡ് ലോൺ പ്രൊഫൈലുമാണ് ഉള്ളത്. അപ്പം ഫസ്റ്റ് ഇത് സെറ്റപ്പ് ചെയ്യുന്നത് ബജാജ് ഓട്ടോ ലിമിറ്റഡ് മാനുഫാക്ചർ ചെയ്യുന്ന 2 വീലേഴ്സ് അതുപോലെ തന്നെ 3 വീലേഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ അത് പല സെഗ്മെൻറ്റ്സിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്തു. ഇപ്പോൾ അവർക്ക് 7 കാറ്റഗറിയിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്തത്. ഇപ്പോൾ കൺസ്യൂമർ ലെൻഡിങ്, മോർഗേജസ്, കൊമേഴ്ഷ്യൽ ലെൻഡിങ്, റൂറൽ ലെൻഡിങ്, SME ലെൻഡിങ്, ഡിപ്പോസിറ്റ്സ്, അതുപോലെ പാർട്ട്ണർഷിപ്പ് ആൻഡ് സർവീസസ്. ഇന്ത്യയിൽ അവർക്ക് 1368 അർബൻ ബ്രാഞ്ചസും 2136 റൂറൽ ബ്രാഞ്ചസ് ആണ് ഉള്ളത്. ഇവരുടെ ടോട്ടൽ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് 3685 ലൊക്കേഷനും അതുപോലെ തന്നെ 1,43,300 ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ആണ്. അപ്പോൾ കമ്പനി 99 പുതിയ ലൊക്കേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4400 ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കമ്പനിയുടെ ഒരു സ്ട്രോങ് സൈഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ ഡ്യൂറബിൾ ഫിനാൻസ് അവരുടെ സ്ട്രോങ് മാർക്കറ്റ് പൊസിഷനാണ്. അപ്പോൾ കമ്പനിക്ക് 65% മാർക്കറ്റ് ഷെയർ ആണ് ഉള്ളത്. അപ്പോൾ കമ്പനിയുടെ റീറ്റെയിൽ സ്റ്റോർ പെനിട്രേഷൻ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ കസ്റ്റമർ ബേസ് 2017 മുതൽ 2022 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ 23% CAGR വളർന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് സെമി സെക്യൂർഡ് അല്ലെങ്കിൽ അൺസെക്യൂർഡ് അസറ്റിലേക്കുള്ള ഷെയർ റിലേറ്റീവ്ലി കൂടുതലാണ്. സോ ഇങ്ങനെ റിസ്കിയർ ലോണിലേക്കുള്ള ഷെയർ കൂടുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഇക്കോണമിക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുമ്പോൾ കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നമ്മളിവിടെ മോണിറ്റർ ചെയ്യേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. ഇനി ഫൈനാൻഷ്യൽ ഇയർ 2022 കമ്പനി നൽകിയ ലോണിൻ്റെ ക്യാരിങ് വാല്യൂ വരുന്നത് 1,44,276.25 കോടിയാണ്. അതിൽ 82,594.96 കോടി, അതായത് 57% അൺസെക്യൂർഡ് ലോൺസ് ആണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് കമ്പനിക്ക് ഒരുപാട് റിസ്കി അസറ്റ്സ് ഉണ്ടെന്നാണ്. ഇനിയിപ്പം സിംഗപ്പൂർ ഗവൺമെൻറ് കമ്പനിയിൽ 3.4% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞൊരു ക്വാർട്ടറിൽ കൂടിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. ബജാജ് ഫിനാൻസ് ലിമിറ്റഡിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 6,676 rupees, P 40.7, debt to equity 3.81, 5 year sales CAGR 26, ROE 17.5, 1 year returns negative 5.57, 5 year CAGR returns 31.8%, 200 DMA 6,818, RSI 14 34.69. ഇനി നമ്മുടെ ഫിഫ്ത്ത് കമ്പനി ICICI ബാങ്ക്. അപ്പം ഇന്ത്യയിലെ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് ICICI ബാങ്ക്. അപ്പോൾ ഇവർക്കൊരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ തന്നെയാണുള്ളത്. അപ്പോൾ ഇവർക്ക് റീറ്റെയിൽ, SME അതുപോലെ കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിനൊക്കെ അവർ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് അതുപോലെ സർവീസുകളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബാങ്കുകളിൽ ഒന്നാണ് നമ്മുടെ കമ്പനി. അതുപോലെ തന്നെ ഇവർ ഓപ്പറേഷൻ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവർ ദി ഇയേഴ്സ് കമ്പനിയുടെ ഡിപ്പോസിറ്റ്സ് അതുപോലെ ലോൺ ബുക്ക് ഒക്കെ വളർന്നേക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കമ്പനിയുടെ റീറ്റെയിൽ ലോൺ ബുക്കാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ഗ്രോത്ത് ആണ് വന്നേക്കുന്നത്, 53% ഉണ്ട്. ഇനി ഫൈനാൻഷ്യൽ ഇയർ 2022 കമ്പനിക്ക് നല്ലൊരു ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ആണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്, 17.6%. അത് ഓവർ ദി ഇയേഴ്സ് ഇംപ്രൂവ് ആവുന്നുമുണ്ട്. ഇനി ഓവർ ദി ഇയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇംപ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ 2022 കമ്പനിയുടെ NPA റേഷ്യോ 0.8% ആയിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ സിംഗപ്പൂർ ഗവൺമെൻറ് കമ്പനിയിൽ 3.7% സ്റ്റേക്കാണ് ഹോൾഡ് ചെയ്യുന്നത്. അത് ലാസ്റ്റ് 2 ക്വാർട്ടറിൽ കൂട്ടിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. ICICI ബാങ്ക് ലിമിറ്റഡിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 931 rupees, P 21.9, debt to equity 6.89, 5 year sales CAGR 9.38, ROE 5.59, 1 year returns 29.9%, 5 year CAGR returns 25.1%, 200 DMA 823, RSI 14 55.17. സോ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത കമ്പനികൾ. അതായത് സിംഗപ്പൂർ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ടോപ്പ് 5 ഇന്ത്യൻ കമ്പനികൾ. അപ്പം ഇവിടെ നമ്മളൊരു കാര്യം നമ്മൾ റിമൈൻഡ് ചെയ്യുവാണ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തേക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. സോ ഏതെങ്കിലും കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇന്ന് ഡിസ്കസ് ചെയ്ത ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ
ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. സോ നമുക്ക് ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബട്ട് അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. സോ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.